വയറില്ലാതെ പുള്ളിക്കാരിക്കൊരു പരിപാടി ഇല്ലെന്നുള്ളതാണ്. ഇപ്പം രേണു ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം റീൽസുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ കുറേ നാളുകൾ കൊണ്ട് പറയുന്നൊരു സാധനം രേണുവിനെ കണ്ട് പലരും ഇൻസ്പയർഡ് ആകും എന്നൊരു സാധനമാണ്. അങ്ങനെ കുറച്ച് ഇൻസ്പിറേഷൻ സാധനങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന സുഹൃത്തുക്കളെ. രേണു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോറിയിൽ കുറേ രാവിലെ ആകുമ്പോഴത്തേനും ഇതിങ്ങനെ വയറൊക്കെ കാണിച്ചൊരു സെൽഫി, ഗുഡ് മോർണിംഗ്, ഉച്ച ആകുമ്പോഴത്തേനും ഇതിങ്ങനെ കാല് മാത്രം കാണിച്ചുകൊണ്ടൊരു ഫോട്ടോ, ചോറുണ്ടോ, വൈകുന്നേരം ആകുമ്പോഴത്തേനും വീണ്ടും ഇതിങ്ങനെ മലന്ന് കിടന്നിട്ട് ഇങ്ങനെ ഒരു സെൽഫി, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറീസ് 1 വീതം 3 നേരം പ്രാന്തിനുള്ള ഗുളിക കഴിക്കുന്ന പോലെയാണ് രേണു ഇപ്പോൾ ഇൻസ്റ്റയിൽ സ്റ്റോറി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോടൊപ്പം തന്നെ ഒരുപാട് റീലുകൾക്ക് പുള്ളിക്കാരിയുടെ ചുടുനൃത്തങ്ങൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ രേണു മറ്റൊരു പ്രസ്ഥാനം കൂടെ ചെയ്യുന്നുണ്ട്. അതായത് വരുന്ന കമൻറ്റുകൾക്ക് ഒരുപാട് നെഗറ്റീവ് ആണെങ്കിൽ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. നല്ല റിയാക്ഷൻ എപ്പോഴും നല്ല. നമുക്ക് രേണുവിൻ്റെ ഒരു റിയാക്ഷൻ കമൻറ്റ് കാണാം. രാവിലെ തുടങ്ങിയോ ക്രിമികടി? നിനക്ക് ക്രിമികടി ആണോടി എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരമാണ് രേണു പറയാൻ പോകുന്നത്. കേട്ടോളാം. നിനക്ക് പെട്ടെന്ന് തിരിച്ചറിയല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ പെണ്ണുപിള്ളക്ക് രാവിലെ എഴുന്നിട്ട് ഇതാണല്ലോ, അതുപോലെ നിന്റെ വീട്ടുകാർക്ക് മൊത്തം ഇതാണല്ലോ ഈ അസുഖം. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് കപ്ലങ്ങ എടുക്കട്ടെ മാണിക്ക. അപ്പം രേണുവിന് ആ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനുള്ള മെഡിസിനൊക്കെ അറിയാം. ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റിനുള്ള മെഡിസിനൊക്കെ അറിയാം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ രേണുവിൻ്റെ ഒരു അപര വന്നിട്ടുണ്ടായിരുന്നു. ഈ അപരയെക്കുറിച്ച് നമ്മളൊരു വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തിരിഞ്ഞു നിൽക്കും. ഹലോ, രേണുസുതി അല്ലല്ലോ, കണ്ടിട്ട് രേണുസുതിനെ പോലെ തോന്നിയോ? അയ്യോ, എൻ്റെ പേര് റിയെന്ന, ഞാൻ രേണുസുതി ഒന്നും അല്ല എന്നും പറഞ്ഞിട്ട് സാധനം ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരുടെ മറ്റൊരു വീഡിയോ ഞാൻ ഒരു തവണയും കൂടെ കാണിക്കാം. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. പുള്ളിക്കാരിക്ക് രേണുസുതിയുടെ ഒരു മുഖച്ഛായ ഉണ്ടെന്നാണ് പുള്ളിക്കാരിയും ആ രണ്ടുമൊക്കെ അവകാശപ്പെടുന്നത്. എന്തോ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അടിച്ച ഒരു സാധനം ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, രേണുസുതിയുടെ മുഖച്ഛായ കുഴപ്പമില്ല, രേണുസുതിയുടെ സ്വഭാവമായി കഴിഞ്ഞാലാണ് പ്രശ്നം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് കാണാമേ, പുള്ളിക്കാരി അതിന് പറയുന്നത് നമുക്കൊന്ന് കാണാം. രേണുവിന് എന്താ കുഴപ്പം? എന്താ രേണു ഒരു ഫ്രീ അല്ലേ? രേണു എന്താ അത്രയും ബോറാണോ? ഈ കുറേ എണ്ണങ്ങളുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ രേണുവിനെ ഇട്ടുണ്ട് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇവനൊന്നും വേറെ ഒരു പണിയില്ലേ? അത് ചോദിക്കുന്നവർക്ക് വേറെ ഒരു പണിയില്ല. ഇങ്ങനെ മറ്റുള്ളവരായിട്ട് ട്രോൾ ചെയ്തിട്ട് ഇവന്മാർക്ക് എന്ത് കിട്ടാനാ? മറ്റുള്ളവർ ട്രോൾ ചെയ്തിട്ട് ഇവന്മാർക്ക് എന്ത് കിട്ടാനാ? ഇവന്മാർക്കൊന്നും ഒരു പണിയില്ലേ? ചേച്ചിയുടെ പണി എന്താന്ന് പറഞ്ഞേ? ചേച്ചിയുടെ പണി എന്താ? അതിനൂടെ പ്രസക്തി ഇല്ലല്ലോ. അപ്പോൾ രേണുവിന് എന്താ എത്ര പ്രശ്നം? രേണു അത്ര ബോറാണോ? രേണു സൂപ്പർ, രേണു കിടിലം. ഈ ചേച്ചിയെ എവിടേക്കോ രേണുവിൻ്റെ ഒരു ചായ ഉണ്ടെന്നാണ് ആരൊക്കെയോ പറയുന്നത്. എനിക്കങ്ങനെ ഭയങ്കര ചായ ഒന്നും തോന്നിയില്ല. എന്നാലും എന്തോ അവിടെ ഒരു ഇതുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം. ട്രോൾ ചെയ്തിട്ട് ഇവന്മാർക്ക് എന്ത് കിട്ടാനാ? എന്താ അത്രയും ബോറാണോ രേണുസുതി? എനിക്കൊരു കുഴപ്പമില്ല. അപ്പം ഞാൻ രേണുസുതിനെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല എനിക്ക്. ഞാൻ സന്തോഷവതിയാണ് അക്കാര്യത്തിൽ. സന്തോഷിക്കണം. രേണുവിന് ഒരാളെ പോലെ 7 പേരുണ്ടെന്ന് പണ്ട് കാലങ്ങളിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരാളെ നമ്മൾ കണ്ടായിരുന്നു, രേണു. രണ്ടാമത്തെ ആൾ നമ്മൾ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ 7 പേർക്കും ഒരേ സ്വഭാവ സവിശേഷതയാണോ വരുന്നതെന്ന്. തന്നെ അതേ സ്വഭാവം, രേണുവിൻ്റെ അതേ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതേ സ്വഭാവം. അതിന് രേണുവിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണോ എന്ന് അറിയത്തില്ല കേട്ടോ. ഒന്നുകൂടെ ഞാൻ സുന്ദരിയാവും. രേണുവിനെ പോലെ ഇരിക്കുന്നെന്ന് പറയുമ്പോഴത്തേനും ഒന്നും കൂടെ ഞാൻ സുന്ദരിയാകുക എന്നാണ് പറയുന്നത്. നല്ല കാര്യമാണ്. നമ്മുടെ സൗന്ദര്യത്തിൽ നമ്മൾ അഭിമാന പുളകിതരാകുന്നതിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ രേണു ഒരുപാട് വീഡിയോസ് ഇടുന്നു. അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പുള്ളിക്കാരി ഇട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാട്ടോ. എന്താണ് ഇട്ട് കുലിക്കണത്? ഇത് മറ്റേ മരത്തേലിരുന്ന് കിളികളെല്ലാം വെള്ളം നനയുമ്പോഴത്തേനും കിടുകിടുകിടാന്നാക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ പട്ടിയൊക്കെ വെള്ളം നനഞ്ഞ് കുളിപ്പിച്ച് കഴിയുമ്പോഴത്തേനും കിടുകിട്. അതേപോലെ എന്തോ ഈ കുലിക്കുന്നേ, തെറിച്ചു പോവും. എന്താണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ അവരുടെ ചില ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നത് ഇങ്ങനെ ചില മോഷൻ കാണിക്കാനും, അതായത് ചില തരത്തിലുള്ള അനക്കങ്ങൾ കാണിക്കാനും വൈറലാകാനുള്ളൊരു മെക്കാനിസമായിട്ടാണ്. ആ ഒരു അവയവത്തിന് ഒരുപാട് സവിശേഷതകളും ഗുണങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കൊരു മക്കളുണ്ടാകുമ്പോൾ അവരെ പോറ്റി വളർത്താനൊക്കെയാണ് ദൈവം ഇങ്ങനൊരു സാധനം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, അവർക്ക് ഫീഡ് ചെയ്യാനായിട്ടൊക്കെ. നിങ്ങളൊക്കെ എന്തരനാണ് ഇതൊക്കെ ഉപയോഗിക്കണത്? നിങ്ങൾ എന്തരാണ് ഈ ചെയ്യണത്?
എന്തൊരുടെ ഇത് കാണണം എക്സ്പ്രഷൻ. കയ്യിൽ കരിവളയില്ല. ഞാൻ എന്തെങ്കിലും പറയണോ ഇനി ഇതിനകത്ത്? പ്രത്യേകിച്ച് പുള്ളിക്കാരി രേണുസുധിയുടെ സകല ആക്ഷൻസും സകല തോന്നിവാസങ്ങളും ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. രേണുസുധി എന്ന വൻമരം വീണു, രേണുവിന് പകരം ആരെന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരം റിയ 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 ദാ വന്നിട്ടുണ്ട്. ഇനി മറ്റൊരെണ്ണം കാണിക്കാം. ഇതേ പാട്ട് തന്നെ 3-4 തവണ ചെയ്തിട്ടുണ്ട്, എന്നാലും മറ്റൊരെണ്ണം കാണിക്കാം. അത് மூச்சுக்காற்று வெப்பத்தை சேர்த்து மூழ்க முன்னே என்னை மீட்டு விடும். வெளித்தோற்றம் தரும் காதல் யாவும் சில நாளே வரும் மாயமாகும். அடி நெஞ்சில் சென்று கொடியேறும் குணம். ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ കുറേ അധികം സ്ത്രീകൾ ജീവിക്കുന്നത് ഒരൊറ്റ ആംഗിൾ വെച്ചിട്ടാ. ഒരൊറ്റ നമ്മൾ വീഡിയോ കാണിക്കും ബേസിക് ആയിട്ട് നമ്മുടെ ഫേസ്, നമ്മുടെ എക്സ്പ്രഷൻ, നമ്മുടെ അഭിനയം, അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണം, ഇതൊക്കെ കാണിച്ചിട്ടാണ് നമ്മൾ റീച്ച് അടിക്കാൻ നോക്കുന്നത്. അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മൾ അതീവ മനോഹരമാണല്ലോ അവൻ്റെ റീലുകൾ, അതീവ മനോഹരമാണല്ലോ അവനെ അല്ലെങ്കിൽ അവളെയോ കാണാൻ എന്നാണ് നമ്മൾ എത്തിക്കാൻ നോക്കുന്നത്. ഇവരങ്ങനൊന്നുമല്ല. നമ്മുടെ ഒരു ശരീരഭാഗം അത് മാക്സിമം റീച്ച് ഉണ്ടാക്കുക. ഇവരുടെ മുഖത്തിൽ പോലും ഇവർക്ക് കോൺഫിഡൻസ് ഇല്ല. ഇവർക്ക് കോൺഫിഡൻസ് ഉള്ളത് തമന്നയുടെ പോലെ ഇരിക്കുന്ന വയറ്, തവളയുടെ പോലെ ഇരിക്കുന്ന ഇതൊക്കെയാണ് ഇവരുടെ കോൺഫിഡൻസ് ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പോൾ ഇത് കൂടുതലും പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്ത് അതിൽ നിന്നും റീച്ച് ഉണ്ടാക്കി, അതിൽ നിന്നും സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി, അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കി, നാട്ടുകാരെ മൊത്തം വഴിതെറ്റിച്ച് അതിലൂടെ സമ്പന്നനായി ഒരു IPL ടീം വരെ സ്വന്തമായിട്ട് നേടുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രേണുവിനെ കാണാൻ മാത്രമല്ല സ്വഭാവത്തിലും രേണുവിൻ്റെ തോന്നിവാസങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഈ ഒരു റിയ എന്ന് പറയുന്ന പുള്ളിക്കാരിക്ക്. അപ്പം എൻ്റെ ഒരു അനുമാനം ശരിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് റിയ മോൾ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുക. രേണുവിനെ വെല്ലുന്ന സാധനങ്ങൾ നമ്മൾ എടുക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലിനെക്കാട്ടിലും മികവുള്ളതാവണം. മനസ്സിലായോ? അങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തണം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവന്മാർ എന്തിനാ നെഗറ്റീവ് പറയുന്നത്. അല്ലെ രേണുസുധിക്ക് എന്തിനാണ് കുഴപ്പം? ഞാൻ രേണുവിനെ പോലെ ഇരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ അതീവ സുന്ദരി മനോഹരി രേണുവിനെ പോലെ ഇരിക്കുന്നു പറഞ്ഞാൽ രേണുവിനെ ഈ സൗന്ദര്യത്തിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തികൾ ഒരാൾ ചെയ്യുന്ന തെറ്റാണെങ്കിൽ അത് ഇപ്പോൾ ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകൾ അതേ ചിന്താഗതിയാണെന്ന് ഞാൻ പറഞ്ഞതിൽ ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായല്ലോ. കണ്ട എല്ലാം ഇതേപോലെ തന്നെ പുള്ളിക്കാരുടെ ചീലും നമുക്കൊന്നുകൂടെ കാണാം. വേറെ കയ്യിൽ കരിവളയില്ല. മതിലൊന്നും വലിയ കയറണ്ട, നമുക്ക് മനസ്സിലായി. നമ്മൾ ഇതൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരി ഈ ചീലും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരുടെ റീലുകൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഇതും രേണു ചെയ്യുന്നത് പോലെ തന്നെ ഓരോന്നിനും എടുത്തിട്ട് റിയാക്ട് ചെയ്യലുമാണ്. വളരെ നന്നായിട്ടുണ്ട്, വളരെ അതീവ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളുകളിൽ ഇപ്പം രേണുവിനെ കണ്ടിട്ട് ഇവർ വന്ന് ഇവരെ കണ്ടിട്ട് ഇതോ അവർ വരും, അവരെ കണ്ടിട്ട് ഇതോ അവർ വരും. സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ പലരുടെയും വീട്ടിൽ ഇരിക്കുന്ന സകലമാന സ്ത്രീകളും കീലുക്കും ചെയ്തുകൊണ്ടിരിക്കും. ഇതിനൊക്കെ എതിരെയാണ് സംസാരിക്കുക മനസ്സിലാക്കുക. സ്ത്രീകൾക്ക് ഇത് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. മെജോറിറ്റി സ്ത്രീകൾക്ക്, എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല, മിക്ക സ്ത്രീകൾക്ക് ഇപ്പോൾ ഇതൊരു പ്രശ്നമൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയിൽ വൈറലാകണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മതി, വൈറലായാൽ മതി. നെഞ്ചെങ്കിൽ നെഞ്ച്, വയറെങ്കിൽ വയറ്, നെഞ്ചക്കെങ്കിൽ നെഞ്ചക്ക് ചെയ്താൽ മതി. ഇതുപോലെ അൺലോക്ക് ചെയ്ത് വൈറലാകാനുള്ള ഒരു അൽഗോരിതം പുരുഷന്മാർക്ക് കൂടത്താ. നമ്മളെന്താ നമുക്കും വൈറലാവണ്ടേ? നമ്മൾ എന്തെടുത്തിട്ട് കാണിക്കും എനിക്കറിയാൻ പാടില്ല. ഏതായാലും കൊള്ളാം. രേണുവിനെ അനുകരിച്ചിട്ട് ഇങ്ങനൊരു പുള്ളിക്കാരിയും കൂടെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. രേണു ചെയ്യുന്ന സകല ഓക്കാമ്പിച്ചുകളും കാണിക്കുന്നുണ്ട്. രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന ആളുകളെല്ലാം ഇങ്ങനത്തെ ഒരു പ്രസ്ഥാനത്തിലേക്ക് പോകുന്നതാണ്. കാരണം അവർക്കത് ശരിയായതുകൊണ്ടാണല്ലോ അവർ. ഇപ്പം ഞാനൊരു ആശയത്തെ അംഗീകരിക്കുന്ന എന്തുകൊണ്ടാണ് എനിക്കത് ശരിയാണെന്ന് തോന്നുന്നത്. ഞാൻ അതേ വേവ് ലെങ്തിൽ അതേ ചിന്താഗതിയിൽ ചിന്തിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ രേണുവിനെതിരെ സംസാരിക്കുന്ന ഒരാൾ അയാളെ നിങ്ങൾ സപ്പോർട്ട്, ഇപ്പോൾ എന്നെ നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്നതാ അവൻ പറയുന്ന സാധനം കറക്റ്റാണ്, രേണു എന്ന് തെറ്റാണെന്ന് ചിന്തിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ രേണുവിനെ അനുകൂലിക്കുന്ന എല്ലാണോ ഇതേ ചിന്താഗതിക്കാർ തന്നെയാണ്. അപ്പോൾ 2 ചിന്താഗതിക്കാരാണ് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ ചിന്താഗതി രേണു ചെയ്യുന്നതൊക്കെ ശരിയാണ്, അതെന്താ പ്രശ്നം, എന്താ നമുക്കും ചെയ്യാം, അത് കറക്റ്റാണ്, തെറ്റാണെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കത്തുള്ളൂ, അത് ശരിയാണ്. രണ്ടാമത്തെ ആളുകൾ അവൾ ചെയ്യട്ട് നമുക്ക് കാണാമല്ലോ, മനസ്സിനൊരു സുഖം, കണ്ണിനൊരു കുളിർമ,
ആ സാധനത്തിൽ കൂടെ ചിന്തിക്കുന്ന ആളുകളൊക്കെയാണ് ഇത് ചെയ്യുന്നത്. എന്തായാലും ഇതൊക്കെയാണ് ബേസിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ഇനിയിപ്പോൾ റിയയുടെ അപരാധം കൂടെ കാണേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു ബാച്ചാമ. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തി വിട്ടിട്ട് അതിനെ